ഇതുപോലുള്ള ആക്രമണങ്ങൾ വരുമ്പോൾ സൈബർ ഇടം ഏറ്റവും അറിയാവുന്ന ഒരാളാണല്ലോ അവിടുത്തെ സ്ഥാനാർത്ഥി. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ടല്ലോ. അത് ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ നമ്മൾ ഒരു കുടുംബത്തിൽ ഒരു ഫോൺ ഉണ്ടായാൽ ആ ഫോണ് ഇത് കണ്ടാൽ മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്ത വിധത്തിലുള്ള അശ്ലീലം നിറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ച് ഈ രൂപത്തിൽ എഴുതുമ്പോൾ പറയണം, ഇതെൻ്റെ അമ്മയെപ്പോലെയാണ് പറയണ്ടേ, എൻ്റെ ഉമ്മക്ക് സമാനമാണ്, അത്ര ഞങ്ങളൊക്കെ അങ്ങനെ ആണല്ലോ അപ്പോൾ അത്തരത്തിൽ അമ്മമാരെ അധിക്ഷേപിക്കുകയോ പരിഹസിക്കുകയോ നിന്ദിക്കുകയോ ആക്രമിക്കുന്ന പോലെയല്ലേ ഇത്. അപ്പോൾ പറയണ്ടേ, സ്ഥാനാർത്ഥി പറയണ്ടേ, എൻ്റെ പേരും വെച്ചാണെങ്കിൽ നിങ്ങളിത് തുടങ്ങണ്ട, ഇത് അവസാനിപ്പിക്കണമെന്ന് പറയാനുള്ള ഇത്രയും കടന്ന രീതിയിലേക്ക് അതിർ വരമ്പ് വിട്ടുപോയില്ലേ. ഇതൊരു അതിർവരമ്പ് വിട്ടുകളുള്ള കളിയല്ലേ ഇത്. അപ്പോൾ സ്ഥാനാർത്ഥി ഇടപെടണ്ടേ, സ്ഥാനാർത്ഥിക്കല്ലേ എൻ്റെ ഉത്തരവാദിത്വം. അങ്ങനെയാണ്. സ്ഥാനാർത്ഥി അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കാന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ കുറ്റമാണ്, അതിനേക്കാൾ വലിയ ഒരു അപരാധമാണ് അവർ ചെയ്യുന്നത്. അറിഞ്ഞിട്ട് അറിയാത്ത പാപം നടിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ഒരു തെറ്റാണ്, അപരാധമാണ് ചെയ്യുന്നത്. അത് അങ്ങേയറ്റം നമുക്ക് ഒരു ചിന്തിക്കാനേ കഴിയുന്നില്ല.